നമസ്കാരം. പ്രതീക്ഷകളുടെ കടൽദൂരം താണ്ടിയാണ് ഓരോ പ്രവാസിയും അക്കരെ എത്തുന്നത്. തൊഴിൽ തേടി മലയാളികളടക്കം അനേകം ഇന്ത്യക്കാർ ദിവസേന എത്തുന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. തൊഴിൽ വിസയിലും വിസിറ്റ് വിസയിലും ഒക്കെ തൊഴിൽ തേടി കൂടുതൽ പേരും സൗദിയിൽ എത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇവർക്കെല്ലാം നിരാശരായി മടങ്ങേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് സൗദിയുടെ പുതിയ തീരുമാനം ഏറെ ആശ്വാസമാകും. അതായത് താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് സൗദി സർക്കാർ. ഹജ്ജ് തീർത്ഥാടനം, ഉംറ പോലുള്ള ചെറിയ തീർത്ഥാടനങ്ങൾ എന്നിവയുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലിക തൊഴിൽ വിസകൾ ഉൾക്കൊള്ളുന്ന നിയമങ്ങൾക്ക് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇതിലൂടെ തൊഴിൽ വിപണിയുടെ ആവശ്യകതകൾ അനുസരിച്ച് താൽക്കാലിക വിസകൾ ഉപയോഗിക്കുന്നതിന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം ഒരുങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതുക്കിയ ചട്ടങ്ങൾ ഉംറ സീസണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ പുതിയ നിയമം കരാർ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ദാതാവിന്റെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. കരാറിന്റെ പകർപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് രേഖകൾ വിസ അനുവദിക്കുന്നതിന് മുൻവ്യവസ്ഥയായി ഹാജരാക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ നിർബന്ധമാക്കുന്നുണ്ട്. പുതിയ നിയമപ്രകാരം താൽക്കാലിക തൊഴിൽ വിസ കാലാവധി 90 ദിവസത്തേക്ക് കൂടി നീട്ടാൻ സ്ഥാപനങ്ങൾക്ക് സൗകര്യം നൽകുന്നുണ്ട്. ഭേദഗതികൾ അംഗീകാരം ലഭിച്ച തീയതി മുതൽ 180 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. സൗദി അറേബ്യയുടെ ഈ തീരുമാനം പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയും സൗദി അറേബ്യയും 2014 ജനുവരിയിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം 2016 ഏപ്രിലിനിടയിൽ 5 ലക്ഷം ഇന്ത്യക്കാർ തൊഴിലിനായി സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ജീവിതം സ്വപ്നം കണ്ട് വിസിറ്റിംഗ് വിസയിലെത്തി ജോലി അന്വേഷിക്കുന്നവരും പ്രവാസ ലോകത്ത് ധാരാളമുണ്ട്. ഭാഗ്യപരീക്ഷണ നാളുകളിൽ അസുഖബാധിതരായി ജീവിതം നരകമാകുന്നവരും ഏറെയാണ്. അനാഥരെ പോലെ ആശുപത്രികളിൽ അധികൃതരുടെ കനിവ് കാത്തു കഴിയുന്ന എത്രയോ പേർ ഒടുവിൽ പ്രവാസി സംഘടനകളുടെയും ചില വ്യക്തികളുടെയും അവിടുത്തെ സർക്കാരിൻ്റെയും ഒക്കെ കനിവിൽ മടങ്ങുന്നു. വിസ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാനാവാതെ ഒളിവ് ജീവിതത്തിൽ കഴിയുന്നവരും ഒട്ടേറെയാണ്. അവസാനം സർക്കാരിൻ്റെ പൊതുമാപ്പ് ലഭിച്ച് നാട്ടിലേക്ക് ഒന്നുമില്ലാതെ മടങ്ങേണ്ടി വരുന്നവർ ആയിരക്കണക്കിനാണ്. ക്രെഡിറ്റ് കാർഡ് നിയന്ത്രിക്കാനാവാതെ ഉപയോഗിച്ച് ജീവിതം കടക്കെ കെണിയിലായവരും ഏറെയാണ്. മനസ്സിക്കരെ വെച്ചിട്ടാണ് ഓരോ പ്രവാസിയും അക്കരെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാടിനെ ആഘോഷിക്കുന്നത് കൂടുതലും പ്രവാസ ലോകത്താണ്. പെട്ടികെട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. പ്രവാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. പ്രത്യേകിച്ച് കന്നി യാത്രക്കാർക്ക് നാട് കൊടുത്തുവിടുന്ന സ്നേഹമാണതിലുള്ളത്. പെട്ടിപൊട്ടിക്കുക എന്നതാണ് മറ്റൊരു വാക്ക്. അത് മടങ്ങിവരവിൻ്റെ ആഘോഷമാണ്. പ്രിയപ്പെട്ടവർക്കുള്ള സാധനങ്ങളാണതിൽ. പ്രവാസ ലോകത്തിൻ്റെ സുഗന്ധവും മണൽ മധുരവും നിറഞ്ഞ ഈന്തപ്പഴങ്ങളും ഒക്കെ നിറയ്ക്കുന്ന പെട്ടി. എന്തായാലും ഗൾഫിലേക്ക് പോകുന്ന എല്ലാ പ്രവാസികളും പൊന്നുവാരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.